ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മടക്ക് ചപ്പാത്തിയുമായിട്ടാണ്. 5 രീതിയിൽ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി ഗോതമ്പ് പൊടി പകുതി മൈദപ്പൊടി ആ രീതിയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നെയ്യ് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നന്നായി തിരുമ്മി യോജിപ്പിച്ച ശേഷം നമുക്കിത് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം എന്ന് പറയുമ്പം ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാലും നല്ലതാ, കുഴപ്പമില്ല. അഥവാ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. ഇത് സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായി കുഴച്ചാൽ മാത്രമാണ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ചപ്പാത്തിയും കിട്ടുകയുള്ളൂ. മുകളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്കിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തീരെ സമയമില്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ഇത് കുഴച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഒത്തിരി ചെറിയ ബോൾസ് ആവണ്ട, സാധാരണ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബോൾസ് തന്നെ ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനെല്ലാം ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ പരത്തിയെടുക്കാം. ആദ്യം ഒരു ഉരുളയെടുക്കാം. അതിലേക്ക് കുറച്ച് പൊടി തട്ടിയ ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കാം. എന്നിട്ടിത് ഒരു സൈഡിൽ നിന്ന് നടുവിലേക്ക് മടക്കാം, താഴത്തുനിന്ന് മുകളിലേക്ക് മടക്കാം. ഒരു ബോക്സ് പോലെ ആക്കി എടുക്കണം. 2 സൈഡും മടക്കിയ ശേഷം കുറച്ചും കൂടെ ഓയിൽ തടവി കൊടുക്കണം. പൊടിയും ഇട്ട് കൊടുക്കണം. 2 സൈഡിൽ നിന്നും നടുവിലേക്കാക്കി മടക്കാം. ഇപ്പോൾ ഒരു ബോക്സ് പോലെ മടക്കി എടുത്തിരിക്കുകയാണ്. ഇത് പരത്തിയെടുത്താൽ മതി. ഒരുപാട് കട്ടി കുറയ്ക്കാൻ വേണ്ട, ഒത്തിരി കട്ടിയും വേണ്ട. ആ രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇത് രണ്ടാമത്തെ മെത്തേഡ് കാണിക്കുകയാണ്. ഉരുളെടുത്ത് പരത്തിയ ശേഷം ഓയിൽ തടവി കൊടുക്കാം, കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് മടക്കാം. അതിൻ്റെ മേലെ വീണ്ടും ഓയിലും പൊടിയും ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് കോണായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇതും പരത്തിയെടുക്കാം. ഇത് മൂന്നാമത്തെ മെത്തേഡിൽ പരത്തിയ ശേഷം അതിലേക്ക് പഴയ പോലെ തന്നെ ഓയിലും പൊടിയും എല്ലാം തൂവി കൊടുക്കുക. എന്നിട്ടിത് സാരി ഞൊറിയുന്ന പോലെ ചെറിയ ചെറിയ ഫ്ലീറ്റായിട്ട് ഒരറ്റത്തുനിന്ന് മടക്കി എടുക്കാം. ഫുള്ളും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കണം. 2 സൈഡിൽ നിന്നും പതുക്കെ പിടിച്ചൊന്ന് വലിച്ചു നീക്കിയെടുക്കാം. ശേഷം ഒരറ്റത്തുനിന്ന് ഇതുപോലെ ഉരുട്ടി കൊണ്ടുവരാം. ലാസ്റ്റ് വരുന്ന ഭാഗം അടിയിലേക്ക് മടക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നൊരു മെത്തേഡാണിത്. ഇനി അടുത്തതിൽ പഴയ പോലെ തന്നെ പരത്തുക, ഓയിൽ ഒഴിക്കുക, പൊടിയിട്ട് കൊടുക്കുക. ശേഷം നടുവിന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. എന്നിട്ടത് ആ ഒരറ്റത്തുനിന്ന് ഇതുപോലെ
പതുക്കെ റോൾ ചെയ്ത് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ട് വരാം. മുഴുവനായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്ത ശേഷം പതുക്കെ ഇതൊന്ന് പ്രസ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ എടുക്കാം. ഇനി ഇതും പരത്തിയെടുത്താൽ മതി. ഇനി അഞ്ചാമത്തെ മെത്തേഡിൽ ഇതുപോലെ തന്നെ പരത്തുക. ഓയിൽ തടവി കൊടുക്കുക, കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ശേഷം ഓരോ സൈഡിൽ നിന്ന് നടുവിലേക്ക് കോണെടുത്ത് വെക്കുന്ന പോലെ മടക്കി മടക്കി കൊടുത്താൽ മതി. ഇതും നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 രീതിയിൽ എല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ആദ്യം അതിനായിട്ട് തവ വയ്ക്കുക. ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ചപ്പാത്തി പരത്തിയത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡൊന്നും മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മറിച്ചിടാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ചപ്പാത്തി തന്നെയാണ് കേട്ടോ. ഒരെണ്ണം മാറ്റി അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ അത്യാവശ്യം ഓയിൽ തന്നെ തടവി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അകവും എല്ലാം നല്ല ലെയറായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് കാണിച്ചു തരാം. അത് മുറിച്ച് നോക്കുമ്പോൾ കണ്ടോ, ഉള്ളൊക്കെ വെന്തിട്ടുമുണ്ട്, എന്നാൽ നിറയെ ലെയർ പോലെ വന്നിട്ടുമുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നും ചപ്പാത്തിയും പൂരിയും മാത്രമാക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മടക്ക് ചപ്പാത്തിയൊക്കെ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഇതും കാണിച്ചു തരാം. ഇതിൻ്റെ അകവും ഇതുപോലെ തന്നെ നല്ലപോലെ ലെയർ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് കറിയുടെ കൂടെ ആണെങ്കിലും നന്നായിട്ട് തന്നെ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.